എല്ലാ പ്രേക്ഷകർക്കും ബി ഫോർ ബെറ്റർ ലൈഫ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഒരു ടറോട്ട് കാർഡ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. പക്ഷേ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് ബാധകമായിരിക്കും. നിങ്ങളുടെ വ്യക്തിയും ആയിട്ടുള്ള നിങ്ങളുടെ റീയൂണിയൻ സാധ്യത എങ്ങനെയാണ്, അത് ഉടനെ ഉണ്ടാകുമെന്നാണ് നാം നോക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ബി ഫോർ ബെറ്റർ ലൈഫ് ചാനലിൽ ഈ വീഡിയോസ് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റീയൂണിയൻ ഉടൻ ഉണ്ടാകും. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നൊരു വ്യക്തി, നിങ്ങളുടെ മനസ്സ് നിറഞ്ഞ് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ വ്യക്തി പിരിഞ്ഞ് പോയപ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ ആ വ്യക്തിയുമായിട്ടൊരു കുഴപ്പങ്ങളുണ്ടായപ്പോൾ, ഒരു അകൽച്ച ഉണ്ടായപ്പോൾ നിങ്ങൾ മനസ്സിൽ ഒരുപാട് വേദനയുണ്ടായി. കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നൊരു വ്യക്തി, മനസ്സ് കൊടുത്ത് സ്നേഹിച്ച ഒരു വ്യക്തി, നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് വേദനകൾ സമ്മാനിച്ച ഒരു സമയമായിരുന്നു അത്. ആ വേദനകൾ എങ്ങനെ നിങ്ങൾ തരണം ചെയ്യും, എങ്ങനെ നിങ്ങൾ സഹിക്കും എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ച് വലിയൊരു പരീക്ഷണം തന്നെയാണ്. നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് അതൊരു വേദനയായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ട്. തീർച്ചയായിട്ടും ആ വേദന പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. അതൊരു വലിയ വേദന തന്നെയാണ്. നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ ഹൃദയം കൊടുത്ത് സ്നേഹിക്കുന്ന, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നടുവിലായി ആ വ്യക്തിയെ നാം പ്രതിഷ്ഠിപ്പിച്ചിരിക്കുകയാണ്. ആ വ്യക്തിക്കുണ്ടാവുന്ന ഏതൊരു വേദനയും നമ്മുടെ സ്വന്തം വേദനയായി മാറുകയാണ്. അങ്ങനെയാണ് നമ്മുടെ സ്നേഹത്തിൻ്റെ ആഴം നമുക്കറിയാം. നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നതിൻ്റെ ആഴം നമുക്കാണ് അറിയുന്നത്. സ്നേഹിക്കപ്പെടുന്ന വ്യക്തിക്ക് ഒരുപക്ഷെ അതൊന്നും അറിയാൻ കഴിയണമെന്നില്ല. സ്നേഹിക്കപ്പെടുന്ന വ്യക്തി പലപ്പോഴും വിചാരിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, എന്നിൽ അന്യായമായ അവകാശവാദം ഉന്നയിക്കാൻ ശ്രമിക്കുകയാണ് ഈ വ്യക്തി എന്നുള്ളതാണ്. അങ്ങനെ തോന്നിയേക്കാം. ചിലർ അതേപടി അതിനെ ഉൾക്കൊള്ളും, ചിലർ അത്ര ഉൾക്കൊണ്ടില്ലെങ്കിൽ ഉൾക്കൊള്ളും. ഇങ്ങനെ പല രീതിയിലാണ് സ്നേഹിക്കുന്നവരും സ്നേഹിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഹൃദയബന്ധം. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു വ്യക്തി, നിങ്ങൾ മനസ്സ് കൊടുത്ത് സ്നേഹിച്ചൊരു വ്യക്തി, ഹൃദയം തുറന്ന് സ്നേഹിച്ചൊരു വ്യക്തി, ആ വ്യക്തിയുമായി അകലേണ്ടി വന്നപ്പോൾ നിങ്ങൾക്ക് ദുഃഖം തോന്നി. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വ്യക്തി എന്നിൽ നിന്ന് അകന്നു പോകുന്നുവല്ലോ, എനിക്ക് കൈയും കെട്ടി നോക്കി നിൽക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂവല്ലോ. വിഷമമുണ്ടായി. പക്ഷെ നിങ്ങളും വിഷമിക്കേണ്ട. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ വിഷമമുണ്ടെന്നറിയുമ്പോഴും നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക, ഒരു റീയൂണിയൻ ഉടനുണ്ടാകും. ആ റീയൂണിയൻ നിങ്ങളെ ശക്തമായി അടുപ്പിക്കും. ആ റീയൂണിയൻ ഒരു കാരണമുണ്ടാകും, അത് സാധ്യമാകും. നിങ്ങൾക്ക് സമാധാനം ലഭിക്കുകയും നിങ്ങൾക്ക് മനസ്സിന് ശക്തി ലഭിക്കുകയും ചെയ്യും ആ റീയൂണിയനിലൂടെ. അങ്ങനെ വെറുതെ നിങ്ങൾക്ക് ആ വ്യക്തിയെ നഷ്ടപ്പെടും എന്നുള്ള ഭയം വേണ്ട. പ്രതീക്ഷ നിങ്ങൾക്ക് സാധ്യത, പ്രതീക്ഷിക്കാനുള്ള അവസരം ഇനിയും ഉരുക്കിച്ചേർക്കും ആ ബന്ധം. അറിയാം, ആ വ്യക്തിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അറിയാം. അകന്നു പോയപ്പോൾ ഒരുപാട് നിങ്ങൾ വിഷമിച്ചു. ആ വ്യക്തി അങ്ങനെ പോകരുത് എന്ന് നിങ്ങൾ കാത്തിരുന്നു, അങ്ങനെ പ്രതീക്ഷിച്ചു. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു വീണ്ടും കൂട്ടിയോജിപ്പിക്കാൻ. നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന രീതിയിലെല്ലാം നിങ്ങളത് ശ്രമിച്ചു. അതിൻ്റെ ഫലം കാണുന്നുണ്ട്. നിങ്ങളിലേക്ക് ആ കൈകൾ നീണ്ടുവരുന്നു. നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയും നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും നല്ലൊരു ജീവിതം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവരും, പോസിറ്റീവ് എനർജിയും എല്ലാം നിങ്ങൾക്കനുകൂലമായി മാറുന്നു. നിങ്ങളെ തെറ്റിദ്ധരിച്ചു പോയവർ നിങ്ങളെന്താണെന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നൊരു തരത്തിലേക്ക് കാര്യങ്ങളെത്തുന്നു. നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധത ലോകം മുഴുവനും പറയുന്നു. ആ വ്യക്തി തെറ്റിദ്ധരിച്ചിരിക്കാം, അല്ലെങ്കിൽ
ചിലർ ആ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കാം, അല്ലെങ്കിൽ ചില തെറ്റുകൾ നിങ്ങൾക്കും സംഭവിച്ചേക്കാം. വാക്ക്, വാശി, പ്രവൃത്തി, തെറ്റിദ്ധാരണകൾ ഇതെല്ലാം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകാം. അങ്ങനെ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ടുള്ളൊരു ബന്ധം നഷ്ടപ്പെടാൻ കാരണമായി. ചിലപ്പോൾ നേരെ തിരിച്ചായിരിക്കണം, ആ വ്യക്തിയായിരിക്കാം അവഗണിച്ചത്, തെറ്റിദ്ധരിച്ചത്, ഇഷ്ടം ഇല്ലാതെ മുന്നോട്ട് പോയി നടന്നത്, തിരിഞ്ഞു നോക്കാതെ പോയത്. പക്ഷേ നിങ്ങളുടെ പോസിറ്റീവ് എനർജിയിലോട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. നിങ്ങൾ അകമമായി പ്രാർത്ഥിച്ചത് വലിയ സൗഭാഗ്യങ്ങളുണ്ടാകാനോ, വലിയ കരിയർ ഉണ്ടാകാനോ, ധാരാളം പണം ഉണ്ടാകാനോ, ഭൗതിക മൂല്യങ്ങൾ വർദ്ധിക്കാനോ ഒന്നുമല്ല നിങ്ങൾ പ്രാർത്ഥിച്ചത്. തീർച്ചയായിട്ടും അറിയാം, നിങ്ങൾ പ്രാർത്ഥിച്ചത് നിങ്ങളുടെ ശക്തിയോട്, എൻ്റെ വ്യക്തിയുമായി എന്നെ അടുപ്പിക്കണമേ, അകന്നുപോയ ആ അകൽച്ച മാറ്റി എന്നെ അടുപ്പിക്കണമേ. ഹൃദയത്തിൽ നിന്ന് ആ ശക്തിയിലേക്ക് നിങ്ങൾ കൃത്യമായി പ്രാർത്ഥിച്ചു. അത് തരംഗങ്ങൾ പോലെ നേരെ ആ ശക്തിയിലേക്ക് എത്തി. അവിടെ നിന്ന് അനുഗ്രഹങ്ങളായിട്ട് നിങ്ങളിലേക്ക് ചൊരിഞ്ഞ് അങ്ങനെ റീയൂണിയൻ സാധ്യമാകുന്നു. ഇവിടെ മധ്യവർത്തികളില്ല, ഇവിടെ ഏജൻറ്റുമാരില്ല. ഇത് നേരിട്ടായിരുന്നു. നിങ്ങളും നിങ്ങളുടെ പോസിറ്റീവ് എനർജിയും നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയും തമ്മിലുള്ള പ്രാർത്ഥനയായിരുന്നു അത്. ആ പ്രാർത്ഥന നിങ്ങൾക്ക് അനുഗ്രഹമായി മാറിയിരിക്കുന്നു. ആ വ്യക്തി നിങ്ങളെ ഇനി സ്നേഹിക്കാനില്ല, അത്ര അവസ്ഥയിലേക്ക് എത്തും. നിങ്ങൾ ഇനിയും കാണാനിരിക്കുന്നുള്ളൂ. റീയൂണിയന് വേണ്ടി പ്രാർത്ഥിച്ച നിങ്ങൾ ഇനി ചെന്ന് ചേരുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ അഗമമായ പ്രണയം നിങ്ങളിലേക്ക് വരുന്നു. ലോകം ഒരിടത്തും കാണാത്തത്ര തെറ്റിദ്ധാരണയും നുണകളും കിംവദന്തികളും പറഞ്ഞു പരത്തി നിങ്ങളെയും ആ വ്യക്തിയെയും രണ്ടാക്കാൻ നോക്കിയവരുടെ മുന്നിലൂടെ പ്രണയത്തിൻ്റെ അവസാന വാക്കായി നിങ്ങൾ മാറും. വിശ്വാസത്തിൻ്റെ, സ്വയം ത്യജിക്കുന്നതിൻ്റെ, നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ അധിഷ്ഠിതമാകുന്നു. ആ വ്യക്തിക്ക് ഇനി ഒന്നും നോക്കാനില്ല. കണ്ണടകൾ അടച്ചുകൊണ്ട് ആ വ്യക്തി നടക്കും നിങ്ങളുടെ ഒപ്പം. കാരണം ഇനി ഒന്നും നോക്കണ്ട, ആരും ഒന്നും പറയണ്ട. മനസ്സിൽ കുളിർ ആയും സംതൃപ്തിയായും ആത്മസംതൃപ്തിയായും ആ വ്യക്തി ചിരിക്കും. എനിക്കിത് മതി, എനിക്കിതിനേക്കാൾ വലിയൊരു സൗഭാഗ്യം വേണ്ട എന്ന് ആ വ്യക്തി പറയും. റീയൂണിയൻ സാധ്യമാകും. ആർക്കും തടയാനാകില്ല ആ വ്യക്തിയെ നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്നും. നിങ്ങൾ ഇനിയും ഒരുമിച്ച് ചേരുന്നതിൽ നിന്നും ആർക്കും ആ വ്യക്തിയെ തടയാൻ കഴിയില്ല. പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകും, പോസിറ്റീവായിട്ട് നിലകൊള്ളും. നിങ്ങളുടെയും ആ വ്യക്തിയുടെയും പ്രണയത്തെ ആർക്കും തകർക്കാൻ കഴിയില്ല. നിങ്ങൾ ഇരുവരും ആലോചിച്ചുറച്ച് അതിലധിഷ്ഠിതമായി അതിൽ മുഴുകി ജീവിക്കും. പോസിറ്റീവ് എനർജിയോടെ മുന്നോട്ട് പോവുക. റീയൂണിയൻ സാധ്യമാകും, ഉടൻ തന്നെ സാധ്യമാകും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ബി ഫോർ ബെറ്റർ ലൈഫ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം.